നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് മനസ്സിനെ, ചിന്തകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിന്തകളാണ് ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നേട്ടങ്ങളൊക്കെയായി മാറുന്നത്. ചിന്തകളിലൂടെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത്. ബോധപൂർവമായിട്ടുള്ള ചിന്തകളും അബോധപൂർവമായിട്ടുള്ള ചിന്തകളും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അബോധപൂർവമായിട്ട് നടക്കുന്ന ചിന്തകളാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ നേടിയിട്ടുണ്ടോ, എന്തെല്ലാം നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടോ, ഇതൊക്കെ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ അബോധമായിട്ട് ചിന്തിക്കുന്ന ചിന്തകളിലൂടെയാണ്. എന്നാൽ ഈ അബോധമായിട്ടുള്ള ചിന്തകളിന്മേൽ നമുക്കല്പം നിയന്ത്രണമുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നേടിയെടുക്കുവാനും സാധിക്കും. അത് അങ്ങനെ ചിന്തകളുടെ മേൽ നിയന്ത്രണം സ്ഥാപിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അല്പാൽപമായി നേടിയെടുക്കുമ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ്റെ പവർ എത്രമാത്രമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ അബോധ മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണമാണ്. അബോധ മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം നേടിയെടുക്കുക എന്നത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. 99% സമയവും നമ്മുടെ അബോധ മനസ്സ് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, വികാരപ്പെടുന്നു. അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. കൂടുതലും നമുക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള അബോധ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. അതിന് നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തേ മതിയാവുകയുള്ളൂ. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മുടെ മനസ്സിൻ്റെ മേൽ നമുക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. അത് തുടക്കം മുതൽ അവസാനം വരെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങളും സാധ്യമാവും. എന്നാൽ കൂടുതൽ സമയവും നമുക്ക് അനുകൂലമല്ലാത്ത ചിന്തകളും അത് അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങളും നമുക്ക് സൃഷ്ടിക്കുന്നു. ഇതിൽ നിന്നും മാറി അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക. അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി. ഇന്നലകളിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചിന്തകളും തീരുമാനങ്ങളും ഇമോഷൻസുമാണ് ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ജീവിത സാഹചര്യവും. അതിൽ മാറ്റം വരുത്തി നാളെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ചിന്തകളും ഇന്നത്തെ നിങ്ങളുടെ വികാരങ്ങളും ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ചും ആഗ്രഹത്തിനനുസരിച്ചുമായിരിക്കണം. അതിന് നമ്മുടെ അബോധ മനസ്സിനെ നിയന്ത്രണത്തിലെടുക്കുക. അബോധ മനസ്സിനെ നിയന്ത്രണത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായും ഫലം പ്രയോഗിച്ച് എപ്പോഴും ബോധപൂർവം ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഒരു തരത്തിലുള്ള ചിന്തകളും അനാവശ്യ ചിന്തകളും മനസ്സിലേക്ക് കൊടുക്കാതിരിക്കുക എന്നൊന്നുമല്ല. നിയന്ത്രണവും ശക്തിയും ഫോഴ്സും ഉപയോഗിച്ച് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഫലം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ചില ടെക്നിക്കുകൾ, ചില പ്രാക്ടീസുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ അബോധ മനസ്സിൻ്റെ നിയന്ത്രണം അല്പാൽപമായി നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മളൊരു എൻലൈറ്റൻമെൻറ്റ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ പരിപൂർണമായും ചിന്തകളില്ലാത്ത സ്റ്റേറ്റിലേക്കോ പോവുക എന്നുള്ളതല്ല. എന്നാൽ അല്പം നിയന്ത്രണം ഏറ്റെടുക്കുക, മാനേജ് ചെയ്യുക, നമുക്ക് അനുകൂലമാക്കി മാറ്റുക. ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതിന് ബലം പ്രയോഗിച്ച് മനസ്സിൻ്റെ മേൽ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുവാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ അബോധ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വിക്ക് ഫിക്സ് അല്ല. പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന, ഉറപ്പായും സാധിക്കുന്ന ചില വഴികളാണ്. ഇത് നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് നോക്കി അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫലം ലഭിക്കുകയും ചെയ്യും. പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, ഷോർട്ട് കട്ടുകൾ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളാണ് നമുക്കുണ്ടാവുക.
നിങ്ങളുടെ മനസ്സ് തന്നെ പറയും, അയ്യോ ഇതൊക്കെ ശ്രമിച്ചു നോക്കി ഒന്നും നടന്നില്ല, എന്തിനെൻ്റെ സമയം കളഞ്ഞു, ഇനി എന്താ ചെയ്യുക, ഒരു വഴിയുമില്ലല്ലോ, എല്ലാ വഴിയും അടഞ്ഞല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് എന്നതിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടെക്നിക്ക് ഉപയോഗിച്ച്, ഈ 3 രീതികൾ ഉപയോഗിച്ച് ആ, അല്പം വെയിറ്റ് ചെയ്ത് നിങ്ങളിലുള്ള മാറ്റങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്പാൽപമായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നതായി. അങ്ങനെ അത് നിങ്ങളെ കൂടുതൽ ഈ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. വളരെ ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 ടെക്നിക്കുകൾ നിങ്ങളുടെ അബോധ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അതിനെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള 3 ടെക്നിക്കുകൾ. ചിന്തകൾ അനിയന്ത്രിതമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. തീരുമാനങ്ങളും അതിൻ്റെ ഭാഗമായി, ഇമോഷൻസും അതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, കൂടുതലും നമുക്ക് അനുകൂലമല്ലാത്ത. അപ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിന്, മാറ്റുന്നതിന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളും എത്തരത്തിലുള്ള തീരുമാനങ്ങളും ഇമോഷൻസുമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് ചെറിയ ഒരു വിലയിരുത്തൽ നടത്തുക. അത് ഓരോ ദിവസവും ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഇത് ടെക്നിക്കല്ല, ഇത് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. കാരണം നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവിതവും അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നല്ല കാര്യം. എന്നാൽ കൂടുതലും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളൊരു വിലയിരുത്തൽ നടത്തുക. എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, എന്തിനെക്കുറിച്ചൊക്കെയാണ്, എന്തൊക്കെ വികാരങ്ങളാണ്, എന്തൊക്കെ തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നത്, ഇതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഒരല്പസമയം മാറ്റിവെച്ച് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടെക്നിക്കുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആദ്യമായി നിങ്ങളുടെ മനസ്സിൻ്റെ അബോധ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. അത് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തെ ഒന്ന് നിരീക്ഷിക്കുക. ശരീരത്തെ ആകമാനം ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. എൻ്റെ ശരീരത്തിലെ ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെ, ഹാർട്ട് ബീറ്റ് എങ്ങനെ പോകുന്നു, എൻ്റെ ശരീരത്തിലെ സ്കിന്ന് തല മുതൽ കാൽ വരെ അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ മുഴുവനായി ഒന്ന് നിരീക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരം തല മുതൽ കാൽപാദം വരെ ഒന്ന് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയാണ്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്. അങ്ങനെ നിങ്ങളുടെ ശരീരബോധത്തെ ഒന്ന് കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ബോധവുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അസ്വസ്ഥത വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുള്ളൂ, ചിന്തിക്കാറുള്ളൂ. എന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ശരീരത്തെ ഒന്ന് ബോധപൂർവം ഒന്ന് ഓർക്കുക, ഒന്ന് ഫീൽ ചെയ്യുക. ഇത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് നിയന്ത്രണത്തിലേക്ക് വരികയും ചിന്തകളിൽ മേൽ ഒരു നിയന്ത്രണം ലഭിക്കുകയും ചെയ്യും. നമ്മൾ ശരീരത്തെ കയറൂരി വിട്ടിരിക്കുകയാണ്, ഒട്ടും ശ്രദ്ധിക്കാതെ. എന്നാൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശ്രദ്ധ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരം. കാരണം ഈ ശരീരം ഉണ്ടെങ്കിലേ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ശരീരത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ശരീരം, മനസ്സ്, ചിന്തകളൊക്കെ അല്പം നിയന്ത്രണത്തിൽ വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഒരു ദിവസം തന്നെ പലതവണ നിങ്ങൾക്കത് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് സമയം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശരീരത്തെ ജസ്റ്റ് ഒന്ന് മനസ്സുകൊണ്ടൊന്ന് നിരീക്ഷിക്കുക. ശരീരത്തിലെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, സെൻസേഷൻസ്, സ്കിന്നുകൾ, എന്തെങ്കിലും അസ്വസ്ഥതയോ മറ്റോ ഉണ്ടോ, ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഫീൽ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പലതവണ ചെയ്യുമ്പോൾ തന്നെ
ശരീരവുമായി നിങ്ങൾക്ക് വലിയൊരു കണക്ഷൻ അനുഭവപ്പെടുകയും അങ്ങനെ ശരീരവുമായി കണക്ഷൻ അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ അബോധ മനസ്സിനെ ഒന്ന് പോസ് ചെയ്യുന്നതിനും ഒരല്പം മാനേജ് ചെയ്യുന്നതിനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വികാരങ്ങളുടെ മേൽ ഒരല്പം നിയന്ത്രണം ലഭിക്കും. ചിന്തകളുടെ ഭാരം കുറയുന്നത് അനുഭവപ്പെടും. ഇതൊക്കെ പരിശീലനത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ശരീരത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം. ഇനി രണ്ടാമത്, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ്, ശ്വസനം. ഈ ശ്വാസത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണി നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. സ്വാഭാവികമായി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് പോകുന്നു. അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്ന് എണ്ണാം. ഒരു 50 വരെയോ 100 വരെയൊക്കെ ഒന്ന് എണ്ണി നോക്കാം. ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങളങ്ങനെ എണ്ണാൻ ശ്രമിക്കുന്ന സമയത്ത് 10, 12, 15 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നൊക്കെ അനുഭവപ്പെടും. എന്നാൽ പരിശീലനത്തിലൂടെ ഇത് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഒരല്പം എണ്ണുമ്പോൾ തന്നെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു, മനസ്സ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ അബോധ മനസ്സിൻ്റെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം വളരെ കുറവാണ് എന്നാണ്. പക്ഷേ അത് നമുക്ക് കൂട്ടിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ നിരന്തരം ഇടയ്ക്കൊക്കെ നമ്മുടെ സാധാരണഗതിയിൽ നടക്കുന്ന ശ്വാസത്തെ നിരീക്ഷിക്കുകയും എണ്ണുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്വാസഗതിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിന്തകൾ നിയന്ത്രണത്തിൽ വരും. ബോധമനസ്സും അബോധമനസ്സും ഒക്കെ നിയന്ത്രണത്തിൽ വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ശ്വാസത്തെ, നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഈ ശ്വാസത്തെ ഒന്ന് നിരീക്ഷിക്കുക. അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക. അതിനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് എണ്ണി നോക്കുക. നമ്മുടെ മനസ്സ് പലപ്പോഴും മൊബൈൽ ഫോണിലെ റീൽസ്, ഷോർട്സ്, മെസ്സേജുകൾ, വാട്സപ്പ്, ഇങ്ങനെ പലതിലേക്കും പല തവണയായി നമ്മൾ കൊണ്ടുപോകുന്നു. എന്നൊരല്പസമയം മനസ്സിനെ, ശരീരത്തിനെ നിശ്ചലമാക്കി നിർത്തി അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നത് നമുക്ക് വലിയൊരു ചലഞ്ചാണ്. അപ്പോഴത്തേക്കും മനസ്സിൽ ചിന്തിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ നോക്കാം, മൊബൈലിലേക്ക് നോക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം നമ്മുടെ മനസ്സിനെ ഒരു ഭാഗത്ത് നിലനിർത്തുവാൻ നമുക്ക് ഉള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണിത്. ശ്വാസത്തെ എണ്ണുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇതും പല തവണയായിട്ട് ഒരു ദിവസം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇതിന് പ്രത്യേക സമയവും ആവശ്യമില്ല. പ്രത്യേകിച്ച് അതിനുവേണ്ട ഒരു സ്ഥലവും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല. എവിടെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസത്തെ ശ്രദ്ധിക്കുക, ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങളും അനായാസമായി എപ്പോഴും എവിടെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് എക്സ്ക്യൂസൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കതിന് സമയമില്ല, അതിന് പ്രത്യേകിച്ച് സ്ഥലമില്ല. കാരണം ഇത് എവിടെയും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. ഇതിനു വേണ്ടി പ്രത്യേക സമയം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വളരെ വലിയ വലിയ ബെനിഫിറ്റുകളാണ്. അത് മനസ്സിൻ്റെ നിയന്ത്രണം, പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ചിന്തകളെ ഒരു ഭാഗത്ത് നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. ഫോക്കസ് ഡെവലപ്പ് ചെയ്യുന്നു. മെൻ്റൽ കപ്പാസിറ്റി കൂടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. കാരണം ശ്രദ്ധയെ നമുക്ക് ഒരു പ്രത്യേക പോയിന്റിൽ, പ്രത്യേക കാര്യങ്ങളിലേക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ. ഇനി മൂന്നാമതായി, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് കാം ഡൗൺ ആക്കുന്നതിനുള്ള ഒരു ടെക്നിക്ക്. നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും വറീഡാണ്, സ്ട്രെസ്ഡാണ്, ടെൻസ്ഡാണ്, പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ്, എപ്പോഴും ബിസിയാണ്. അത് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ഫാമിലിയിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒളിച്ചോടാൻ വേണ്ടി നമ്മൾ ടെക്നോളജിയെ ആശ്രയിക്കുന്നു, അതിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. അങ്ങനെ എപ്പോഴും അജിറ്റേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥമായിട്ടുള്ള നെർവസ് സിസ്റ്റമാണ് കൂടുതൽ സമയവും നമ്മൾ കൊണ്ടു നടക്കുന്നത്. അത് നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാൻ സാധിക്കും. കൂടുതൽ സമയവും ഇമോഷണൽ ആവുന്നു, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ടെൻഷൻ അടിക്കുന്നു, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അസ്വസ്ഥനാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ അല്ല, അതിനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ, നമ്മുടെ ശരീരത്തെ, മനസ്സിനെയൊക്കെ ശാന്തമാക്കുന്നതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള, പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടെക്നിക്കാണ്. ശ്വാസം എടുക്കുക, റിലീസ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുക, മെല്ലെ ശ്വാസം വിടുക. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ആ സമയത്ത് നമ്മുടെ വയറ്
പുറത്തോട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടണം. കാരണം അതിനെയാണ് നമ്മൾ ബെല്ലി ബ്രീത്തിങ് അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മൾ ആം, അല്പമേ ശ്വാസം എടുക്കാറുള്ളൂ, ഒരല്പഭാഗം മാത്രം. എന്നാൽ ദീർഘമായി നമ്മൾ ശ്വാസം എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ വയറ് പുറത്തോട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടും ദീർഘമായി ശ്വാസം എടുക്കുമ്പോൾ. അതുപോലെ ശ്വാസം റിലീസ് ചെയ്യുമ്പോൾ എടുത്തതിനേക്കാൾ സമയമെടുത്ത് സാവധാനം റിലീസ് ചെയ്യുക. അപ്പോൾ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, സാവധാനം ശ്വാസം റിലീസ് ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത സമയത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് ശ്വാസം നമ്മൾ റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരല്പം ചെയ്യുമ്പോൾ തന്നെ മനസ്സ് പെട്ടെന്ന് തന്നെ വളരെ കാം ഡൗൺ ആവുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. വളരെ റിലാക്സ് ആവുന്നതായിട്ട് അനുഭവപ്പെടും. മനസ്സ്, ശരീരം റിലാക്സ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനും റിലാക്സ് ആവും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കും. നമ്മുടെ ക്ലാരിറ്റി, അതുപോലെ ആ, നമുക്ക് കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കഴിവ്, ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരല്പ ദിവസം ഇതങ്ങനെ തുടർന്ന് നോക്കും. ഒരു ദിവസത്തിൽ 2-3 തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓരോ തവണ ചെയ്യുമ്പോഴും തുടക്കത്തിൽ ഒരു 10 തവണ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാവുന്നതുമാണ് ദിവസങ്ങൾ കഴിയുന്തോറും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പലതവണ 2-3 തവണയൊക്കെ ഒരു ദിവസം ചെയ്യുമ്പോൾ മനസ്സ് വളരെ ഫോക്കസ്ഡ് ആവുന്നു, പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുന്നു. നമുക്ക് നല്ല സന്തോഷവും ഹാപ്പിനെസ്സും എന്തൂസിയാസവും എനർജിയും ഒക്കെ അനുഭവപ്പെടുന്നു. കാരണം മനസ്സ്, നെർവസ് സിസ്റ്റം ശാന്തമാകുമ്പോൾ അസ്വസ്ഥമാകുന്ന ചിന്തകളൊന്നും മനസ്സിലേക്കോ ബ്രെയിനിലേക്കോ വരികയില്ല. അങ്ങനെ അസ്വസ്ഥമാകുന്ന ചിന്തകൾ, ചിന്തകളുടെ ഭാരം നിങ്ങൾക്കില്ലാതെയാവുമ്പോൾ ശരിയായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കും. നമ്മുടെ ഏറ്റവും വലിയ കപ്പാസിറ്റിയാണ് ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ പവർ. ഇത് നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. പലപ്പോഴും ഈ കഴിവ് അബോധപൂർവമായി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. കടത്തെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്നു, ചിന്തിക്കുന്നു, അയ്യോ എനിക്ക് ഇത്ര കടമുണ്ട്. അപ്പോൾ ആ വിഷ്വലൈസേഷൻ അത് നിരന്തരം ചെയ്യുമ്പോൾ കൂടുതൽ കടം വരും. അസുഖത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടി നമ്മളറിയാതെ തന്നെ ആ ഇമാജിനേഷൻ അത് കൂടുതൽ പവർഫുൾ ആവുന്നു, കൂടുതൽ അസ്വസ്ഥതയിലേക്ക് നീങ്ങുന്നു. ബന്ധങ്ങളെക്കുറിച്ച്, ജോലി സ്ഥലത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് പെരുപ്പിച്ച് മനസ്സ് വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ മോശമായിട്ടുള്ള സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അബോധപൂർവമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഈ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് വളരെ സ്വസ്ഥമാവുകയും അങ്ങനെ സ്വസ്ഥമായ മനസ്സിലേക്ക് നമുക്ക് വിഷ്വലൈസേഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയതായും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഒക്കെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരികയും ചെയ്യും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ശരീരത്തെ ശ്രദ്ധിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇനി പ്രാക്ടീസ്, ബോധപൂർവം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ മൂന്നാമത് പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ്. അതിന് നിങ്ങൾക്ക് സമയവും ആവശ്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ലൊക്കേഷനും നല്ലതാണ്. സ്വസ്ഥമായിട്ടുള്ളൊരു ഒരു എൻവയോൺമെൻറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ മൂന്നാമത്തെ ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങൾ കഴിയുമ്പോൾ തന്നെ ഒരല്പം വിഷ്വലൈസേഷൻ 2-3 മിനിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയതുപോലെയുള്ള വിഷ്വലൈസേഷൻ ചെയ്യുക. ഇങ്ങനെ ഒരല്പ ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. അതിൽ നിങ്ങൾക്ക് മനസ്സ് കൂടുതൽ സ്വസ്ഥമാവും, മനസ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുവാൻ സാധിക്കും, കൂടുതൽ സന്തോഷം അനുഭവപ്പെടും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഏത് സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെ അത് കൂടുതൽ നിങ്ങളെ അലട്ടുകയില്ല. പെട്ടെന്ന് തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുവാൻ സാധിക്കും. സാഹചര്യങ്ങളുണ്ടാവും ജീവിതത്തിൽ, നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, വിഷമമുണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരും. അത് അനുഭവപ്പെട്ടാലും കൂടുതൽ അത് നിങ്ങളെ തളർത്തുകയില്ല.
അത് മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ ഒന്നും നിങ്ങളെ വേട്ടയാടുകയില്ല. നിങ്ങളുടെ മനസ്സ് തന്നെ ഇത്തരം വികാരങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുകയും അങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തമാകുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വർദ്ധിക്കും. അതിനേക്കാൾ ഉപരി നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്ന, മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അത്ഭുതകരമായി നടക്കുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരല്പ ദിവസത്തെ പ്രാക്ടീസേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് ആ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും ആളുകൾ ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് മുന്നോട്ട് പോകുന്നു. വല്ലപ്പോഴും ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിരുന്നെങ്കിലൊക്കെ. എന്നാൽ അതിനുവേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നില്ല എന്ന് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ഈ 3 ടെക്നിക്കുകളും ഒരു ഹാബിറ്റാക്കി മാറ്റുക. സ്ഥിരമായി നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഹാബിറ്റായിട്ട് മാറുകയും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഒരല്പ ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് ഒരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ 3 ടെക്നിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യുക. ശരീരത്തെ ശ്രദ്ധിക്കുക, ശ്വാസഗതിയെ ശ്രദ്ധിക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതോടൊപ്പം ഒരല്പം വിഷ്വലൈസേഷനും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ച് അത് നേടിയതായിട്ടുള്ള ആ ഒരു ഫീലിങ്ങും ആ ഒരു ചിത്രങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. ചിത്രങ്ങൾ വ്യക്തമല്ലെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് അത് കൂടുതൽ വ്യക്തമാവുകയും അതിനേക്കാൾ ഉപരി അത് റിയൽ ലൈഫിൽ നേടിയെടുക്കുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. താങ്ക് യു.